നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇതുവരെ കോട്ടത്തറ ഫാം ആൻഡ് നഴ്സറിയിൽ കോഴികൾ താറാവുകളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നഴ്സറിയുടെ കാര്യങ്ങൾ, ചെടികൾ, അതിൽ നമ്മളിപ്പോൾ ബോഗൺവില്ല കടലാസ് പൂവിൻ്റെ സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പൂക്കളായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഈ കടലാസ് പൂവിൻ്റെ കമ്പുകളൊക്കെ പൊന്തിയിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിടും. അപ്പോൾ കട്ട് ചെയ്തിടുന്ന സമയത്ത് ഏകദേശം ഒരേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതെ, ഇത് ആടായിട്ടുള്ള കമ്പുകളെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കട്ടറാണിത്. ഇതിപ്പോൾ ഏകദേശം ഒരു 500 രൂപ മുകളിലേക്ക് വരും. അപ്പോൾ നമ്മളൊരു വീട്ടിലേക്കൊക്കെ ആണെന്ന് വരണമെങ്കിൽ ഒരു ചെറിയ കട്ടർ, റോസ് കട്ടർ എന്നുള്ളതിലാണ് നമ്മൾ അത് അറിയപ്പെടും. റോസ് കട്ടർ എന്നുള്ളത് അതാണെങ്കിൽ നമ്മളിവിടെ സെല് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റേറ്റ് ഒരു 160 രൂപ റേഞ്ചിലാണ് നമ്മളത് വിൽക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അതാ ആ റോസ് കട്ടർ 2 രൂപ. അപ്പോൾ അത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കേട്ടോ ഹാർഡായിട്ടുള്ള ഇതുവരെ നമുക്ക് തന്നെ സിമ്പിളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിടാൻ പറ്റും. എത്ര ഇതാണെങ്കിലും നല്ല സുഖമായിട്ട് കണ്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇതൊക്കെ നമ്മൾക്കിങ്ങനെ കട്ട് ചെയ്ത് കളയണ്ട. അപ്പോൾ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കലാണ് ചെയ്യേണ്ടത്. ഇത് നമ്മളെന്താ വെച്ചാൽ പുല്ലുകളൊക്കെ കട്ട് ചെയ്യുന്ന ചെടികൾ ഷേപ്പാക്കുന്ന കട്ടർ. അപ്പോൾ ഇതായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിടാൻ പറ്റും. ഏകദേശം ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളം കൊടുക്കുന്ന സമയത്ത് ഒരേ വളർച്ച നമുക്ക് എല്ലാവർക്കും കിട്ടുന്നു. നമ്മൾ നോക്കിയാൽ മതി. ജസ്റ്റ് ഞാൻ കാണിച്ചു അതിൻ്റെ ഏകദേശം ഒരു ലെവലിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ സൈഡിലത്തെ ഇതാണ് നമ്മൾ ഷേപ്പ് ആക്കേണ്ടത്. അപ്പോൾ ആ സൈഡിലൂടെ നമ്മളത് പോയിട്ട് കറക്റ്റാക്കി കൊണ്ടുവരും. അപ്പോൾ ഏകദേശം ഒരു ലെവലിൽ ഇത് കിട്ടി. ഇതൊക്കെ തന്നെ നമുക്ക് സെല്ലിങ്ങിലുള്ളതാണ്. അപ്പോൾ സെല്ലിങ്ങിലുള്ള ഓരോ കാണിച്ചില്ല. ഒരു 3 വർഷത്തോളം പഴക്കമുള്ള ഒരു ചെടിയാണ്. ഇത് ചട്ടിയിലാണ് ഇരിക്കുന്നത്. ഇത് ഇതേ കണ്ടീഷനിൽ നമ്മൾ വരുന്നത് ഒരു 100 രൂപ മാത്രമാണ് നമ്മളിതിന് പ്രൈസ് ഇടുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ കവറുകളിലുണ്ട്. കവറുകളിലാണെങ്കിൽ നല്ല ബ്രാഞ്ചസ് ആയിട്ടുള്ള നല്ല ചെടികളാണ്, എല്ലാം ബുഷി ചെടികളാണ്. ഇതിന് 100 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ ഈ കൂട്ടത്തിൽ മൊത്തം ഏത് ചെടികളാണെങ്കിലും ഒരു പീസിന് വരുന്നത് 100 രൂപയുള്ളൂ. അത് നമ്മളൊരു ഓഫർ എന്ന രീതിയിൽ 5 ചെടികൾ എടുക്കുമ്പോൾ ഒരെണ്ണം എക്സ്ട്രാ വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ചെടിക്ക് 500 രൂപ എന്നത് വരുമ്പോൾ 6 ചെടി തരും. ആ രീതിയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഓൾ കേരള നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും. അത് കൊറിയറായിട്ട് എന്തെങ്കിലും കവർ നിർത്തി കളയും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളിൽ നമ്മൾ കയറ്റി വരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇതുപോലെ. ഇനി ഇത് ഫ്ലവറിങ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അതെ, ഈ 2 ചെടികൾ നമ്മൾ കണ്ടെടുത്ത് മാറ്റി വയ്ക്കുന്നു. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റോസ് കട്ടർ. അതെ, ഇതേപോലത്തെ കട്ടറുകളാണ് അത് വരുന്നത്. ഇത് നോർമലി ഒന്നുകൂടി ഹാർഡായിട്ടുള്ളത്. അത് ഒരുപാട് യൂസേജ് ഉണ്ടെങ്കിലാണ്. ഇപ്പോൾ ചെറിയ രീതിയിലേക്കാണെങ്കിൽ ഇത് മതി. 160 രൂപ വെച്ചിട്ടാണ് നമ്മളിത് സെല്ല് ചെയ്യുന്നത്. എക്സ്ട്രാ ഒരു സ്പ്രിങ്ങും ഇതിലുണ്ട്. സ്പ്രിങ് ഇതിൽ കാണാം, ഇത് കണ്ടില്ല. സ്പ്രിങ് പ്ലസ് ഇതിനൊരു ബട്ടൺ ഇവിടെ ഉണ്ടാവും. ജസ്റ്റ് ഇതിങ്ങനെ അമർത്തുക. ഇത് തന്നെയാണ് വരുന്നത്. കണ്ട യൂസേജ് ചെയ്യാൻ നമുക്കുണ്ട്. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വിടാൻ പറ്റും. റോസ് ചെടികളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വിടാം. ഈ റോസ് ചെടീന് ആടായിട്ടുള്ള കമ്പുകളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് വിടാം. ഇത് വയ്ക്കുക, ഇത് കട്ട് ചെയ്ത് വിടണമല്ലേ. ഇതേപോലെ ജസ്റ്റ് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് കട്ടായി പോയിക്കോ. സിമ്പിളായി തന്നെ കട്ടായി പോകട്ടാ. ഈ സാധനങ്ങൾ ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ അമർത്താം. അപ്പോൾ ഈ കട്ടറുകൾ ആവശ്യമുള്ള ആളുകൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഇത് നിങ്ങളുടെ സ്ഥലങ്ങളിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മളിത് കൊറിയർ അയച്ചിട്ട് ബാക്കി നമുക്ക് ഇതിൻ്റെ വളർച്ചയ്ക്ക് കാര്യങ്ങൾ.
ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി ഇളക്കണം. എന്നുവെച്ചാൽ ഈ മഴ ഇതൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും ഹാർഡായി കിടക്കുമായിരിക്കും. കല്ലുകളും ഇതൊക്കെ ഉണ്ടാവും. ഒക്കെ ഒന്ന് ഇളക്കിയിട്ട് റീസെറ്റ് ചെയ്യാണ് അത്രയും നല്ലതാണ്. ഇപ്പോൾ ചുവപ്പ് പൊടിമണ്ണ്, അതിൽ കുറച്ച് ചകിരിച്ചോറ്, ഇതൊക്കെ മിക്സാക്കി വെക്കുന്നതാണ്. മിക്സ് ചെയ്യുന്നത് വേറെ കാണിച്ചു തരുന്നുണ്ട്. ഇതിലാണെങ്കിലും നമ്മൾ കണ്ടില്ല, ഏത് ചെടിയാണെങ്കിലും അതിൻ്റെ കടഭാഗം നന്നായിട്ടൊന്ന് കുത്തി ഇളക്കണം. നല്ല രീതിയിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സാധനം. നമ്മളിത് വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഗ്ലൗസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമുക്കിത് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോഴാണ് ചെയ്തു പോകുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ഇതുപോലെ കുത്തി ഇളക്കി ആദ്യം വെച്ച്, ഇനി നമ്മൾ ഇതൊരു വളമാണ് 18-9-18. ഈ ഒരു വളം, അതുപോലെ ഫാക്ടംബോസിൻ്റെ 20-20 എന്നുള്ള വളം, അതേപോലെ DAP ഡ്രൈ അമോണിയം ഫോസ്ഫേറ്റ്. ഈ 3 വളങ്ങളാണ് കേട്ടോ നമ്മളിതിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചേർക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതിലേക്ക് 18-18 എന്ന് പറഞ്ഞ വളം, അത് ഏകദേശം ഒരു റോസ് കളറ്, ഒരു ബ്ലാക്ക്, കുറച്ച് വൈറ്റ്, അങ്ങനെ വരാം. ഇതേപോലെയാണ് ഇത് വരുന്നത്. കണ്ടത് അത് നമ്മൾ കുറച്ചിടുന്നത്. അത് നമ്മൾ ഏകദേശം കുറച്ചിടാം. അപ്പോൾ അതെടുക്കുന്നത്. അതേപോലെ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് കളറുള്ളത്, അത് ഫാക്ടംബോസ് 20-20 എന്ന് പറഞ്ഞ സാധനം തന്നെ. അത് വളക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതും നമ്മൾ അതേ അളവിൽ തന്നെ എടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി വേണമെങ്കിൽ നമുക്കൊന്നിങ്ങനെ മിക്സ് ആക്കിയിടാം. അപ്പോൾ വെള്ളയും ചുവപ്പും കൂടി കളറായി. ഇനിയാണ് ഡ്രൈ അമോണിയം ഫോസ്ഫേറ്റ്. അത് ഏകദേശം വൈറ്റ് കളറിലേക്ക് വരുന്നുണ്ട്. ഒരു വൈറ്റിൽ കുറച്ചൊരു കളർ മങ്ങിയ കളറിൽ വരും അത്. അപ്പോൾ അതും കുറച്ചിടുന്നത് നമ്മൾ, അതും അതേപോലെ തന്നെ ഈക്വലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചിലത് കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം അതേ അളവിൽ തന്നെ അതും നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 വളവും, ഈ 3 വളവും നിങ്ങൾ ഉപയോഗിക്കണം. എങ്കിലാണ് ശരിക്കും നല്ല വളർച്ചയും നല്ല പൂക്കളും വരിക. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലത്തെ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ വെച്ചിട്ട് മൊത്തത്തിൽ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യാം. ശരിക്കും മിക്സാക്കുന്നു. മിക്സ് ആക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ ചെടികൾക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കൊടുക്കുന്ന അളവുകൾ, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി ലേറ്റായി. അപ്പോൾ നമ്മൾ വൈകിട്ട് എടുത്താൽ നല്ല വെയിലിൻ്റെ ചൂടാണല്ലോ. അപ്പോൾ ഇപ്പം നാളെ എന്തായാലും നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ തന്നെ ആ വീഡിയോയിൽ നമ്മൾ ചെയ്യാം. ഇത് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതൊക്കെ മെയിനായിട്ട് നമ്മൾ കൊടുക്കാം. അപ്പോൾ എന്തായാലും ബാക്കി എല്ലാവിധ ചെടികൾക്കും അതേപോലെ ബോഗൺവില്ല പൂക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതെല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട്, ബോഗൺവില്ല എങ്ങനെയാണ് നല്ല രീതിയിൽ പൂക്കളുണ്ടാവുക, ഇതിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതേ നമ്മളെ ഒരു ബോഗൺവില്ലയാണ് ഇപ്പോൾ ഇതവിടെ പൂവായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിതിലിപ്പോൾ ഓൾറെഡി 6 മണി കഴിഞ്ഞ്. അപ്പോൾ അതായിട്ടുണ്ട്, നിറച്ച് പൂവായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. ഇത് കുറച്ച് പഴക്കം ചെന്ന ഒരു പ്ലാന്റാണ്. ഏകദേശം ഒരു 4 വർഷം ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എന്നെക്കാട്ടും ഹൈറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നിറയെ പൂവാണ്. അപ്പോൾ ഇതേപോലെ തന്നെ വരും. ഇതിപ്പോൾ ഓൾറെഡി ഇന്ന് നവംബർ 11 വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ പൂ നന്നായിട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ തന്നെ നാളെ നമ്മൾ വീഡിയോയിൽ ചെയ്യും. ഒന്ന് പകലിൽ വെളിച്ചത്തിൽ ശരിക്കും തരാം. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി അതേപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഇതിലുണ്ട്, വിളിക്കാം. ചെടികൾ വളം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിനൊക്കെ വിളിക്കാം. സമയത്തിനനുസരിച്ചും അതേപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുകയും ചെയ്യും. ഇനി കോൾ തന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ച് വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.